നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയബറ്റീസ് വന്നാൽ അതെങ്ങനെ മാറ്റാം എക്സസൈസിലൂടെ. അപ്പം 5 എക്സസൈസുകളാണ് ഞാനിവിടെ പറയുന്നത്. 70 വയസ്സായവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ 5 തരം എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? കാരണം ഡയബറ്റീസ് വരുന്നത് 3 കാരണങ്ങളുണ്ടാണ്. ഒന്ന് ഡയറ്റ് റിലേറ്റഡ് കോസസ്, 2 സ്ട്രെസ് റിലേറ്റഡ് കോസസ്, 3 എക്സസൈസ് റിലേറ്റഡ് കോസസ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. അതിൽ ഒരു ഘടകമാണ് എക്സസൈസ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുന്നത് നമ്മളുടെ പേശികളിലാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം അതിൻ്റെ മെറ്റബോളിസം, ഗ്ലൂക്കോസ് മെറ്റബോളിസം 90% നടക്കുന്നത് നമ്മുടെ പേശികളിലാണ്. അപ്പോൾ ഈ പേശികളിൽ അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് ഈ വ്യായാമം സഹായിക്കും. അപ്പം അങ്ങനെ പേശികളിലെ ുള്ള പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് ഈ വ്യായാമങ്ങളിലൂടെ സഹായിക്കും. 5 തരം വ്യായാമങ്ങളാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ കുറച്ച് സ്ലൈഡ്സ് കാണിക്കാം. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ലൈഡ്സ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിൽ നിർബന്ധമായിട്ടും വ്യായാമം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. അതിലൊരെണ്ണം കാണിക്കുന്നുണ്ട്, ഈ അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ കൊഴുപ്പ്. ഇൻസുലിൻ കൂടുതൽ ഉള്ളവർക്ക്, ഫാസ്റ്റിംഗ് ഇൻസുലിനൊക്കെ കൂടുതലുള്ളവർ അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കുന്നവർക്ക് വണ്ണം കൂടുന്നതിൻ്റെ പ്രധാന കാരണം ഈ അഡിപ്പോസ് ടിഷ്യൂ കൂടുന്നതുകൊണ്ടാണ്. അഡിപ്പോസ് ടിഷ്യൂ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടും. ഇൻഫ്ലമേഷൻ മാത്രമല്ല, ഫാറ്റ് കൂടും. അതേപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ എക്സസൈസ് ചെയ്താൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാം, ഫാറ്റ് കുറയ്ക്കാം, ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. മസിൽസിലും അതേപോലെ ഗ്ലൂക്കോസ് വലിച്ചെടുക്കാൻ സഹായിക്കും. അതേപോലെ ഗ്ലൂക്കോസിൻ്റെയും ഫാറ്റിൻ്റെയും ഓക്സിഡേഷൻ ഹെൽപ്പ് ചെയ്യും എക്സസൈസ്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. മസിൽസിലുള്ള ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. ലിവറിലാണെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. അതേപോലെ ലിവറിലുള്ള ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ കുറയും. അതേപോലെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും. ട്രൈഗ്ലിസറൈഡിൻ്റെ അക്യുമുലേഷൻ കുറയ്ക്കും. സർക്കുലേഷൻ, നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ അതേപോലെ തന്നെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൂട്ടും. എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിൻ HbA1c കുറയ്ക്കും, ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കും, ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കും. ഈ ഓടി നടക്കുന്ന ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറയ്ക്കും. പാങ്ക്രിയാസിലാണെങ്കിൽ അതിലെ ഫാറ്റ് കണ്ടന്റ് കുറയ്ക്കും. ബീറ്റ സെൽസിനെ ആക്ടിവേറ്റ് ആവും. അതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് 5 തരം വ്യായാമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 5 തരം വ്യായാമം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. 5 തരം വ്യായാമം എന്ന് പറയുന്നത്, ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാർഡിയോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രക്തഓട്ടം കൂട്ടാനായിട്ട് നമുക്ക് വാക്കിംഗ് ലഞ്ച്. വാക്കിംഗ് ലഞ്ച് നമ്മുടെ റൂമിനകത്ത് ഇതുപോലെ മുട്ട് താത്തി നടക്കുക. അത് ഒരു നല്ല എക്സസൈസാണ്. അത് നമ്മുടെ വീട്ടിന് മുറിക്കകത്ത് ചുറ്റും സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി. ഒരു 5 തവണ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതേപോലെ ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അത് എന്ന് പറയുന്നത് കൈ താഴെ മുട്ടിച്ചിട്ട് എണീക്കുക, ഇങ്ങോട്ട് താഴെ, അങ്ങനെ 10 തവണ ചെയ്യുക. അത് നല്ലതാണ്. ഇരിക്കുക, സിറ്റപ്സ്, ഇരിക്കുക എഴുന്നേൽക്കുക, ഇരിക്കുക എഴുന്നേൽക്കുക, അത് ചെയ്യുക. പിന്നെ സൈഡ് കിക്സ്, അത് ഇത്രയും പൊക്കണമെന്നില്ല, പക്ഷേ കഴിയുന്നത്ര ഇടുപ്പിൽ കൈ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാല് പൊക്കുക, താത്തി വയ്ക്കിയിട്ട് അടുത്ത കാല് പൊക്കുക. അങ്ങനെ ഒരു 10 എണ്ണം. അത് പറ്റുന്നത്രയും ചെയ്യുക. അതേപോലെ
നടക്കുക. ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ കാലുമുട്ട് പരമാവധി ഇടുപ്പിൻ്റെ ലെവലിൽ പൊക്കി വയ്ക്കുക. അങ്ങനെ ഒരു 10-20 സ്റ്റെപ്പ് ചെയ്യുക. പിന്നെ ഒരു വൈകുന്നേരം ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് സ്റ്റെയർ കേസ്. വീട്ടിനകത്ത് സ്റ്റെയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക. അങ്ങനെ ഒരു 10 തവണ. നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഒരു 6 മണിക്ക് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ അത് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഈ മൗണ്ടൻ ക്ലൈംബിങ് എന്ന് പറയും. അതായത് തറയിലാണ്. തറയിൽ ഇങ്ങനെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നിർത്തി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബോഡി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു കാല് മടക്കി വെക്കുക, മറ്റേ കാല് മടക്കി വെക്കുക. അങ്ങനെ നമ്മൾ നടക്കുന്നത് പോലെ, ഒരു മൗണ്ടൻ കയറുന്നത് പോലെ ചെയ്യുക. അതൊരു 20 തവണയൊക്കെ സുഖമായിട്ട് ചെയ്യുക. 20-40 അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് കൊടുക്കണം. നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് കിട്ടാനുള്ള എക്സസൈസാണ്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് പുഷപ്സ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലോർ പുഷപ്സ് ആണെങ്കിലും നമുക്ക് അത്രയും ബലം ഇല്ലെങ്കിൽ, മസിൽസിന് ബലം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ പുഷപ്സ് ചെയ്യാം. നമ്മൾ ടേബിളിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. നല്ല ബലമുള്ളവർക്ക് ഫ്ലോർ പുഷപ്സ് ചെയ്യാവുന്നു. പിന്നെ രണ്ടാമത്തത് സ്ക്വാറ്റിംഗ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇരിക്കുക എഴുന്നേൽക്കുക, ഇരിക്കുക എഴുന്നേൽക്കുക. മുട്ടിന് തീരെ ബലക്കുറവുള്ളവർക്ക് കസേലയിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുകയോ ഇരിക്കുകയും ചെയ്യുക. ഒരു 10 തവണ മുതൽ 20 തവണ വരെ ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂട്ട് ബ്രിഡ്ജ്. അത് മലന്ന് കിടന്നിട്ട് നമ്മൾ ഷോൾഡറിൽ വെയിറ്റ് കൊടുത്തുകൊണ്ട് ഇടുപ്പ് പൊക്കുക, താക്കുക. അങ്ങനെ ഒരു 10 തവണ. പിന്നെ പ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മൾ കമന്ന് കിടന്നിട്ട് കൈമുട്ടിൽ ബലം കൊടുത്ത് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, തല നിവർത്ത് വെക്കുക, എന്നിട്ട് കൗണ്ട് ചെയ്യുക. 20, 40, 60 വരെ കൗണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ലത്. പക്ഷെ തുടക്കത്തിൽ 20-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് 40 ആക്കാം, പിന്നെ 60 ആക്കാം. പിന്നെ ഈ ഐ വൈ ടി എന്ന് പറയും. നമുക്ക് കൈക്കും നമ്മളുടെ ചെസ്റ്റ് മസിൽസിന്, ബാക്ക് മസിൽസിനൊക്കെ നല്ലതാണ്. കൈ ഇങ്ങനെ ടി പോലെ വയ്ക്കുക, പിന്നെ വൈ പോലെ ആക്കുക, പിന്നെ മുകളിലേക്ക് ഉയർത്തുക, വീണ്ടും വൈ പോലെ ആക്കുക, ടി പോലെ ആക്കുക, അങ്ങനെ അതൊരു 10-20 തവണ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാം. പിന്നെ റിവേഴ്സ് ലഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർവേഡ് ലഞ്ചാണ്. അത് പകരം ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ റിവേഴ്സ് ലഞ്ചും ചെയ്യാം. ബാക്കിലോട്ട് എടുക്കുക. ഇത് നമ്മുടെ ഈ കാലിലെ മസിൽസ്, മുൻവശത്തെ മസിൽസും ബാക്കിലെ മസിൽസ്, ഗ്ലൂട്ടിയൽ മസിൽസ് എല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പറ്റുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലിടും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പോയിട്ട് എക്സസൈസ് വീണ്ടും കാണാൻ പറ്റും. പിന്നെ കോർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയം ശരിക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഡയബറ്റീസിൻ്റെ പ്രധാന ഒരു കാരണം ദഹനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതാണ്. അപ്പോൾ ദഹനേന്ദ്രിയം പ്രവർത്തിക്കാനായിട്ട് ഈ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യുക. പ്ലാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് തുടക്കത്തിൽ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ബെഡ് ബഗ്സ്. അതായത് നിവർന്ന് മലന്ന് കിടന്നിട്ട് പിന്നെ സൈക്കിൾ ചവിട്ടുന്ന പോലെ കാല് ചവിട്ടുക. ഇങ്ങനെ ഓരോ കാല് അങ്ങനെ ഇങ്ങനെ എടുത്ത് ചവിട്ടുക. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രിഡ്ജ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഫ്ലട്ടർ കിക്സ് എളുപ്പമാണ്. മലന്ന് സ്ട്രൈറ്റ് ആയിട്ട് കിടന്നിട്ട് ഓരോ കാലും ഇങ്ങനെ പൊക്കുക താക്കുക ചെയ്യുക. പിന്നെ സൈഡ് പ്ലാങ്ക് നല്ല ഗുണമുള്ളൊരു സാധനമാണ്. സൈഡിൽ കിടന്നുകൊണ്ട് നമ്മൾ കൈമുട്ടിൽ ബലം കൊടുത്ത് ബോഡി സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് നിൽക്കുക. ഒരു 10 കൗണ്ട് വരെ നിൽക്കുക, പറ്റുമെങ്കിൽ 20 കൗണ്ട് വരെ നിൽക്കുക. എന്നിട്ട് അടുത്ത സൈഡിൽ വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മിക്കവരും ഡയബറ്റീസ് ഉള്ളവർക്ക് മസിൽസ് എല്ലാം പെട്ടെന്ന് വീക്കായിട്ട് അവർക്ക് ബാലൻസ് തെറ്റും നടക്കുമ്പോഴൊക്കെ. അപ്പോഴാണ് വീഴുന്നത്. അപ്പോൾ ആ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ് ഇത്. നമുക്ക് നിന്നുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പ്രതലത്തിൽ തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാലിങ്ങനെ പൊക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാലൻസിൻ്റെ എക്സസൈസുകളെല്ലാം ചെയ്യുമ്പം കണ്ണ് സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മളുടെ ഫ്ലോറിന് പാരലായിട്ടുള്ള ഗെയ്സ് ഭിത്തിയിലോ വല്ലതും നോക്കിയിട്ട് വേണം നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യാനായിട്ട്. കാല് പൊക്കി ഇടുപ്പിൻ്റെ ലെവൽ വരെ പൊക്കുക, താക്കി വയ്ക്കുക, അങ്ങനെ ബാലൻസ് കിട്ടും. ഇടുപ്പിൽ കൈ വയ്ക്കുക. രണ്ടാമത്തെ ഫ്ലെമിംഗോ പോസ്. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഭിത്തിയിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരു കാല് മടക്കി ആ പാദം നമ്മൾ മറ്റേ കൈ കൊണ്ട് പിടിക്കാൻ നോക്കുക. അതേ സൈഡിലുള്ള കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ ഉയർത്തുക.
ഇത് രണ്ട് സൈഡിൽ മാറി മാറി ചെയ്യുക. ഒരു 10 സെക്കൻഡ് നമുക്ക് ഒരു സൈഡിൽ നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. ബാലൻസ് കിട്ടുകയാണെങ്കിൽ ചെയ്യുക. പിന്നെ ട്രീ പോസ് ചെയ്യുമ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക, ഭിത്തിയിൽ നോക്കുക. മറ്റേ കാല് മടക്കി നമ്മളുടെ തുടയിൽ വേണം വെക്കാൻ. ഒരിക്കലും മുട്ടിൽ വെക്കരുത്. മുട്ടിൽ വെച്ചാൽ മുട്ട് കേടാം. എന്നിട്ട് കൈ നമ്മൾ കൂപ്പി നിൽക്കാം. മുകളിലേക്ക് കൂപ്പാം, താഴെ കൂപ്പാം. ഏത് രീതിയിൽ വെറുതെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹീൽ ടു ടോ വാക്ക്, അതായത് ഒരു മുറിയുടെ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ ആദ്യം ടോസിൽ നടക്കുക, തിരിച്ച് നടക്കുമ്പോൾ ഹീൽസിൽ നടക്കാം. ഇത് നമുക്കൊരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ കാഫ് റൈസസ്, ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉപ്പൂറ്റി പൊക്കുക, താക്കുക, ഉപ്പൂറ്റി പൊക്കുക, താക്കുക. ഇത് ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസ്, ഇത്രയും എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഫ് മസിൽസിന് നല്ല ബലം കിട്ടും. സെക്കൻഡ് ഹാർട്ടാണ്, നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് ഈ കാഫ് മസിൽസ്. പിന്നെ ഈ ലെഗ് റൈസസ് നല്ലതാണ്. നമ്മളുടെ അകവശത്തുള്ള പിന്നെ മസിൽസിനൊക്കെ, കാലിൻ്റെ അകവശമുള്ള മസിൽസ് സ്ട്രോങ് ആക്കും. രണ്ട് കാലും മാറി മാറി ചെയ്യാം. പിന്നെ ലെഗ് സ്റ്റാൻഡിങ്, ഈ സർക്കിൾ ചെയ്യുക, അതായത് സ്ട്രൈറ്റ് ആയിട്ട് ഇടുപ്പിൽ കൈവച്ച് നിന്ന് കണ്ണ് നേരെ ഭിത്തിയിൽ നോക്കുക. എന്നിട്ട് കാല് മൊത്തത്തിൽ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, മുട്ട് മടക്കാതെ കറക്കുക. ക്ലോക്ക് വൈസ് 10, ആൻറ്റി ക്ലോക്ക് വൈസ് 10, രണ്ട് കാലും മാറി മാറി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു എക്സസൈസും കൂടെ ഉണ്ട്. അതേപോലെ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ടോസ്, ബിഗ് ടോ കൊണ്ട് വട്ടം കറക്കുക. ക്ലോക്ക് വൈസ് 10 വേണം, ആൻറ്റി ക്ലോക്ക് വൈസ് 10, കാലനക്കാതിരിക്കുക. അങ്ങനെ രണ്ട് കാലിലും മാറി മാറി ചെയ്യുക. ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് 15 മിനിറ്റേ എടുക്കത്തുള്ളൂ. 15 മിനിറ്റ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയബറ്റീസ് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും. പക്ഷേ മറ്റു കാര്യങ്ങളും കൂടെ ചെയ്യണം. എക്സസൈസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, പിന്നെ ഡയറ്റിൻ്റെ മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡയബറ്റീസ് പൂർണ്ണമായിട്ടും 10 വർഷത്തിന് ഇപ്പുറമുള്ളതാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഡയബറ്റീസ് ഉള്ള കുടുംബങ്ങളിൽ ജനിക്കുന്നവർ ചെറുപ്പം മുതലേ ചെയ്തു തുടങ്ങണം. കുട്ടിക്കാലം മുതലേ ഡെയിലി എക്സസൈസ് ഒരു ശീലമാക്കണം. ഈ 10 എക്സസൈസ് ചെയ്യാൻ ഒരു 15 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഏത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഈ 15 മിനിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ മതി. പിന്നെ വൈകുന്നേരങ്ങളിൽ ചെറിയ സ്ക്വാറ്റിങ്ങോ ആഹാരമൊക്കെ കഴിച്ച് 6 മണിക്ക് കഴിച്ച് തീർത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്ക്വാറ്റിങ് ചെയ്യുക, ഒരു 20 മിനിറ്റ്, 20 തവണ. അല്ലെങ്കിൽ ഞാൻ സ്റ്റെയർ കേസിൻ്റെ ഒരു 10 ക്ലൈംബിങ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും കാണും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഇന്നിപ്പോൾ വീഡിയോ ആണെങ്കിൽ നാളെ രാവിലെ മുതൽ തുടങ്ങുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക, ഓരോ ദിവസവും ഞാൻ ഏതൊക്കെ എക്സസൈസ് ചെയ്തു, ഇങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടിട്ട് പോയി ഒരു 7 ദിവസം കഴിയുമ്പോൾ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എൻ്റെ കാലിൻ മുട്ടിൻ്റെ വേദന കുറഞ്ഞോ, കൂടിയോ, അതല്ല എനിക്ക് ദേഹം വേദന കുറഞ്ഞോ, രാത്രി ഉറക്കം ഇപ്പോൾ കിട്ടുന്നുണ്ടോ, എൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ എത്ര യൂണിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ BP എത്ര യൂണിറ്റ് കുറഞ്ഞു, ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്താൻ പറ്റും. എന്നിട്ട് അതേപോലെ എനിക്ക് മൂഡ് സ്വിങ്സ് മാറി, എനിക്കിപ്പോൾ ഒരു പ്ലസൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള നിങ്ങളുടെ മൈൻഡിൻ്റെയും ബോഡിയുടെയും ചേഞ്ചസ് അതിൽ എഴുതുക. ഡെയിലി എഴുതുക. ഇത് ആരും വായിക്കാനൊന്നും പോണില്ല, നിങ്ങൾ എഴുതുക. ഇപ്പം ഞാൻ നോക്കും. അപ്പോൾ ഈ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ തീർച്ചയായിട്ടും അയച്ചു. 21 ദിവസം കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നു മുതൽ ആ ചലഞ്ച് ഏറ്റെടുക്കുക. അതേപോലെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഡിവൈസിലോ ഒക്കെ കിട്ടും. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അതിനകത്തുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ, ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.